ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഇത് പപ്പായ കൊണ്ടുണ്ടാക്കിയ ടൂട്ടി ഫ്രൂട്ടിയാണ്. ഒരു പ്ലം കേക്കിൽ ചേർക്കാനായിട്ട് എനിക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയുടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഹോം മെയ്ഡ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ലെഫ്റ്റ് ഓവർ പപ്പായ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ലെഫ്റ്റ് ഓവർ എന്ന് പറയാൻ കാരണം എനിക്ക് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉള്ളത് കാരണം നല്ലൊരു ഒറ്റമൂലിയായിട്ട് 4-5 പപ്പായ ക്യൂബ്സ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഈ പീസുകൾ ഇട്ടിട്ട് ഒരു 4 മിനിറ്റോളം തിളപ്പിച്ച ശേഷം ആ പപ്പായ പീസ് എടുത്ത് മാറ്റും. ശേഷം ആ വെള്ളം നമ്മൾ ഇളം ചൂടിൽ കുടിക്കുക ചെയ്യുക. അപ്പോൾ ആ പീസുകൾ ഞാൻ കളയാതെ ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പീസുകൾ ഒന്നായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതും നുറുക്കിയ 1 കപ്പ് പപ്പായ കൊണ്ട് 3 കളറിൽ ചെയ്തെടുത്താണിത്. യൂറിക് ആസിഡിന് നല്ലൊരു ഒറ്റമൂലിയാണ് നമ്മുടെ പപ്പായ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസർ ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഡെയിലി ഒരു 4-5 പീസ് എടുത്തിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് തിളപ്പിക്കുക. ഒരു 3-4 മിനിറ്റ് തിളച്ച ശേഷം പപ്പായ പീസ് ഇതുപോലെ ഏതെങ്കിലും ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കത് തണുപ്പിച്ച് കുടിക്കാം. ഈ പീസ് നമുക്കങ്ങനെ തണുത്ത ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. തിളപ്പിച്ചെടുത്ത പപ്പായ ആയതുകൊണ്ട് ഇനിയൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ നന്നായിട്ട് ഉരുകി വന്ന ശേഷം അതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പപ്പായ ഇട്ട് കൊടുക്കണം. അതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ വേറെ ആരും വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട്. ഇതിലോട്ടാണ് പപ്പായ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഷുഗർ മുഴുവനായിട്ട് പപ്പായയിൽ കോട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ഒറ്റനൂൽ പരുവായി വരും. ഈ ഷുഗർ സിറപ്പ് വറ്റി വരും വരെ വെയിറ്റ് ചെയ്യുക. ഇത്രയും പപ്പായ കൊണ്ട് 2-3 കളറിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു കേക്കിന് കുറച്ച് ആവശ്യമുണ്ട്, അത്രമാത്രം. ഷുഗർ സിറപ്പ് മുഴുവനായും കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ തണ്ണിമത്തൻ്റെ ഉള്ളിലുള്ള വൈറ്റ് ഭാഗമുണ്ടല്ലോ, നമ്മൾ റെഡൊക്കെ കഴിച്ച ശേഷം ബാക്കിയുള്ള അതിനെ കൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. സാധാരണ പപ്പായ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ വെള്ളം നല്ല തിളച്ച ശേഷം അതിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചിട്ട് അരിച്ചെടുക്കും. ശേഷം ആവശ്യാനുസരണം ഷുഗർ ചേർത്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുത്തിട്ടാണ് കളർ കൊടുക്കുന്നത്. ഇത് ആദ്യമേ ഓൾറെഡി വെന്തതായതുകൊണ്ട് ഞാൻ അങ്ങനെ വേവിക്കുന്നില്ല. വേവിക്കാതെ തന്നെ എടുത്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തു. ഷുഗർ സിറപ്പ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി കളർ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഓറഞ്ചും ഗ്രീനും റെഡും ആണ് കളർ കൊടുക്കുന്നത്. 3 പാർട്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഓരോ ബൗളിലും ഈ 2 ഡ്രോപ്പ് കളറും ബാക്കി ചൂടുവെള്ളം മിക്സ് ചെയ്ത് വെച്ചു. പപ്പായ 3 പാർട്ടായിട്ട് വെച്ചു. 1 പാർട്ട് റെഡിൽ ഇട്ട് കൊടുത്തു, ബാക്കി 2 പാർട്ടും ഓറഞ്ചിലും ഗ്രീനിലും ഇട്ട് കൊടുത്തു. കളർ നന്നായി മിക്സായി വരാനായിക്കൊണ്ട് കുറച്ച് വലിയ പാത്രത്തിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. 3 പാത്രത്തിലുള്ള പപ്പായയും വേറെ തന്നെ നമ്മൾ നിരത്തി കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിയാൽ കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ വെയിലത്തൊന്നും വെച്ചില്ല, റൂമിൽ തന്നെ വെച്ചിട്ട് ഫാൻ ഇട്ട് കൊടുത്തു. കുറച്ച് നേരം കുറച്ച് ഹീറ്റർ ഇട്ട് കൊടുത്തു, അത്രമാത്രം. അധികം ഉണങ്ങി ഹാർഡായി പോകരുത്. ഇപ്പോൾ പാകത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ഡബ്ബയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഐസ്ക്രീമിൽ ചേർക്കാം, പിന്നെ നമ്മൾ ബണ്ണുണ്ടാക്കും, ബണ്ണിൽ ചേർക്കാം, കേക്കിൽ ചേർക്കാം, അങ്ങനെ പലതിലും നമുക്കിത് ചേർക്കാൻ പറ്റും. അടുത്ത് തന്നെ ലെഫ്റ്റ് ഓവർ പപ്പായ കൊണ്ടല്ലാതെ ശരിയായ പപ്പായ കൊണ്ടുവന്നിട്ട് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.